ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ടേസ്റ്റ് ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോഴാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 കിലോയുടെ അടുത്ത് ആണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, കുറച്ച് ഗരം മസാലയും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ തൈര് ഇടണം കേട്ടോ. മസാല ആക്കാൻ തൈരും കൂടി ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ടാണ് നമ്മളിത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ. പിന്നെ എല്ലാവരും നല്ല മസാല ഇതിലേക്ക് നല്ലോണം പിടിപ്പിക്കണം കേട്ടോ. പിന്നെ അല്ലാതെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അധികം മസാലയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കില്ല. അതുകൊണ്ട് ഈ ചിക്കൻ മസാല കൂട്ടുമ്പോൾ തന്നെ നന്നായി നല്ല രീതിയിൽ തന്നെ മസാല പിടിപ്പിക്കണം കേട്ടോ. അപ്പം ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയതും, പിന്നെ ഞാനിതിലേക്ക് എടുത്തത് 4 മീഡിയം സൈസിലുള്ള സവാളയും 3 തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തത്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യാണ് എടുത്തത് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് നെയ്യ് ഇല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ആക്കി കൊടുത്തേക്കുന്നു കേട്ടോ. ഇത് നെയ്യ് ഇതിലേക്ക് ഉരുകി വരുമ്പോൾ നമുക്ക് മറ്റേ പട്ട, ഗ്രാമ്പു, ഏലക്കായി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്കായി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഞാനിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് സവാള വാടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊന്ന് ഞാൻ നല്ലോണം മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇപ്പം തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി കൊടുത്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇത് വാടി വരാൻ വേണ്ടി വെക്കട്ടോ. അതൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടോ. നന്നായിട്ട് വാടണം കേട്ടോ. ഉള്ളിയൊന്നും ഇങ്ങനെ കടിക്കാൻ പറ്റാത്ത രീതിയിൽ വാടണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് ഫുൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വാടാൻ വേണ്ടി വെക്കണം കേട്ടോ. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മസാല പിടിപ്പിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫുള്ളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു 2-3 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ചിക്കനൊന്ന് ഒരു കുക്കായി വരുന്ന രീതിയിൽ 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ. എന്നിട്ട് ഇതിലേക്ക് അരി എടുത്ത അളവിന് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന് പറയുന്ന അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ബിരിയാണി മസാല കേട്ടോ. കുറച്ചിട്ടാൽ മതി. അതിനൊരു ചുവ വരാൻ പാകത്തിനുള്ള കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കണ്ടോ. അപ്പോൾ ഈ വെള്ളം പാർന്നതിന് ശേഷം ഈ ഉപ്പുണ്ടോ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഞാൻ ഉപ്പില്ലായിരുന്നു, അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്താണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ മല്ലിച്ചപ്പും പുതിനയും കൂടിയും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കുക്കറിനെ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. 3 വിസിലടുപ്പിക്കേണ്ട, 2 അടുപ്പിച്ചാൽ മതി. 3 അടുപ്പിച്ചാൽ നമ്മൾ ഈ ചിക്കനൊക്കെ പൊടിഞ്ഞു പോവും. പിന്നെ ഫുള്ള് ബിരിയാണിയിലെ ചോറിലേക്ക് അലിഞ്ഞിറങ്ങും കേട്ടോ.
അപ്പോൾ 2 വിസിലടുപ്പിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് കുക്കർ പൂട്ടി വെച്ചിട്ട് നമുക്ക് വിസിലടുപ്പിക്കാം. വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് വിസിലടിച്ച് കഴിഞ്ഞേക്കും എടുക്കരുത്. ഇതിൻ്റെ ആവി ഫുൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളത് തുറക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയുള്ള കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.